അതിൽ ഒരു സ്ത്രീ ഇന്ന് രാവിലെ മരണമടഞ്ഞു. 15ഓളം ആളുകൾക്ക് 90% പൊള്ളലേറ്റ് അതിഗുരുതരമായ അവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ കിടക്കുകയാണ്. അത്യന്തം ദുഃഖകരമായൊരവസ്ഥയാണ്. മുഖ്യമന്ത്രി അതിരാവിലെ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ട് കണ്ണൂരിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞ 3 മന്ത്രിമാർ അവിടുത്തെ ആശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. KP മോഹനും ഞാനും KC ജോസഫും ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിയും അവിടെ എത്തി. എല്ലായിടവും സന്ദർശിച്ച് അവിടെയുള്ളവർക്കുള്ള എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പ്രഖ്യാപിച്ച് പത്രസമ്മേളനവും നടത്തി അദ്ദേഹം തിരിച്ചുപോയി. ഇന്ന് കോഴിക്കോട് നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ട് 4 മണിക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത് തിരുവള്ളൂരിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഈ താമസം കാരണം കൃത്യമായി എത്താൻ പറ്റിയില്ല. ഈ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. എന്തായാലും ഇതിൻ്റെ സംഘാടകർ നിരന്തരം, പ്രത്യേകിച്ച് നമ്മത് മാസ്റ്റർ ഇത് തീയതി കൊടുത്തത് മുതൽ നിരന്തരം അദ്ദേഹം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനുമായി ബന്ധപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒരു കാരണവശാലും ഈ പരിപാടി പങ്കെടുക്കാതിരിക്കാൻ എന്നെ അനുവദിക്കുന്നതല്ല. അത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് ക്രസന്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.